നിറക ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന അംഗം മുറുകുമ്പോൾ നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ദിനങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക. നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, 5, 8, 10 ദിവസം മാത്രം. അങ്ങനെ അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് കേരളം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം വിവാദങ്ങളുടെ പെരുമഴയാണ് അങ്ങ് പെയ്തിറങ്ങുക. അതിനകത്ത് വികസനം അതതിൻ്റെ വഴിക്ക് നടക്കും. അതിനകത്ത് ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളാണ് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമായിട്ടും കടന്നു വരുന്നത്. ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും കടന്നു വരും അതിനകത്തൊരു സ്ത്രീ വിഷയം, വികസനം, മതം, ജാതി, എല്ലാ സാധനവും ആ സമയത്ത് കടന്നു വരും. ശരിക്ക് ഈ പ്രചരണങ്ങൾ മുറുകുമ്പോൾ ഒരു ശരാശരി മനുഷ്യൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ നിറയുന്ന ഒരു കാഴ്ചയും നാം കാണുന്നുണ്ട്. ഈ അവസാന ലാപ്പിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നേർരേഖയിലൂടെ നമുക്കൊന്നറിയാം. CPM-ൽ നിന്ന് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് രാജീവൻ ഇളയാവൂർ, BJP-യിൽ നിന്ന് N ഹരിദാസ്, 3 നേതാക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം നേതാക്കൾക്കും നേർരേഖയിലേക്ക് സ്വാഗതം. തുടക്കം നമുക്ക് പ്രകാശൻ മാഷിൽ നിന്ന്. മാഷേ, ഇനി അത്രയും ദിവസമുള്ളൂ, അംഗം മുറുകുകയാണ്. എന്താണ് ഇടതു മുന്നണി അവസാന ലാപ്പിൽ ജനങ്ങളോട് പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലും കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9.5 കൊല്ലക്കാലം പൊതുവിലും ഈ കഴിഞ്ഞ ചില മാസങ്ങളിൽ വിശേഷിച്ചും നടപ്പിലാക്കിയിട്ടുള്ള നടപടികൾ എത്രമാത്രം സാധാരണ ജനങ്ങളുടെ, അധ്വാനിക്കുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ചിന്തിക്കുന്നത് എന്ന് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 4,71,000 വീടുകൾ പൂർത്തീകരിച്ച ഗവൺമെൻറ്, പെൻഷൻ നേരത്തെയുള്ള 600 നിന്ന് 2000 വർദ്ധിപ്പിച്ച ഗവൺമെൻറ്, BJP-യും കോൺഗ്രസും ചേർന്ന് എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കിയിട്ടും അത് കൃത്യമായി കൊടുത്ത ഗവൺമെൻറ്, എല്ലാ വിഭാഗം ആളുകൾക്കും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിയ ഗവൺമെൻറ്, ആരോഗ്യ മേഖലയെ നവീകരിച്ച ഗവൺമെൻറ്, വിദ്യാഭ്യാസ മേഖലയെ കുറേ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഗവൺമെൻറ്, വികസനത്തിൽ ഒരു വസന്തകാലം തീർത്ത ഒരു ഗവൺമെൻറ്. ആ നിലയ്ക്ക് ജനജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും ഈ ഗവൺമെൻറ് തങ്ങളുടെ ഗവൺമെൻറ്റാണ് എന്നുള്ള ബോധ്യം എല്ലാ പാർട്ടിയിലും പെടാത്ത സകല ജനങ്ങളെ സംബന്ധിച്ചും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെയുള്ള അനുഭവം. മാത്രമല്ല, ഇവിടെ അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടുകളുമാവാം എന്ന് ചിന്തിക്കുന്ന 2 മുന്നണികളാണ് ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ വർഗീയ ശക്തികളെ തങ്ങളുടെ കൂടെ കൂട്ടുന്നു. അവരുമായിട്ട് കെട്ടിമറിഞ്ഞ് ഇപ്പോൾ കേരള കോൺഗ്രസ് പോലെയുള്ള അവരുടെ കൂടെയുള്ള പാർട്ടികളെ പോലും വിഗണിച്ചുകൊണ്ട് ലീഗിനേക്കാളേറെ ജമാഅത്തെ ഇസ്ലാമിയെ പുണരുന്നൊരു കാഴ്ച നമ്മൾ കാണുകയല്ലേ. BJP സംബന്ധിച്ചാവട്ടെ, അവരും ഈ പറയുന്ന പോലെ പലയിടങ്ങളിലും കോൺഗ്രസുമായി ചങ്ങാത്തത്തിലാണ്. 3200-ലേറെ സീറ്റുകളിൽ BJP-ക്ക് സ്ഥാനാർത്ഥികളില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അവർ തമ്മിലുള്ള ഒരു വോട്ട് കച്ചവടമാണ്. ആ നിലക്ക് ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ഉജ്ജ്വലമായ വിജയത്തെ എങ്ങനെയെങ്കിലും ഏത് തത്വദീക്ഷയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് തകർക്കാനാവുമോ എന്ന ഒരു പരിശോധനയാണ് നിർഭാഗ്യവശാൽ BJP-യും അതുപോലെ കോൺഗ്രസും നടത്തുന്നത്. ഞങ്ങൾക്ക് അവരോട് സഹതാപമാണ്. രാജീവൻ ഇളയാവൂർ, കോൺഗ്രസിനോട് എന്ത് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ്? പ്രകാശൻ മാഷ് പറഞ്ഞെന്നാണ് ഞാൻ ആരംഭിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന തെരഞ്ഞെടുപ്പാണ്. നേരിട്ട് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് അതിശക്തമായി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 9.5 വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച ജനദ്രോഹപരമായ നടപടികൾക്കെല്ലാം ജനങ്ങൾ കൊടുക്കാൻ പോകുന്ന താക്കീത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അതിനൊരു സംശയവും വേണ്ട. ജീവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം 9.5 വർഷക്കാലം കേരളത്തിനകത്ത് എന്ത് നടപ്പിലാക്കി എന്ന് പറയാൻ സാധിക്കാതെ ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ 1600 പെൻഷൻ എന്ന് പറയുന്നത് 400 രൂപയുടെ വർധനവുണ്ടാക്കി എന്ന് പറഞ്ഞ് 2000 രൂപയുടെ വർധനവുണ്ടാക്കിയും 286 ദിവസം ആശാ വർക്കർമാർ അവരുടെ ഓണവേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള സെക്രട്ടറിയുടെ താഴെ 286 ദിവസം സമരം ചെയ്ത്
ഒരു 5 പൈസയുടെ വർധനവുണ്ടാക്കിയില്ലാതെ മാത്രമല്ല, ആ സമരം ചെയ്യുന്ന ആളുകളെ അപമാനിക്കുകയും അവരുടെ സമരപ്പന്തൽ അടിച്ചു പൊളിക്കുകയും അവരുടെ മൈക്ക് സെറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏറ്റവും നെറികെട്ട സമീപനം കാണിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോൾ അവർക്ക് 1000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന പ്രക്രിയ, ആ പ്രക്രിയക്ക് ജനങ്ങൾ ശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകും, ഒരു സംശയവും വേണ്ട. പിന്നെ വർഗീയതയും ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടൊരു ഒരു വാർത്തയുണ്ട്. CPM-ന്റെ ഉന്നതമായ നേതാവ് ശ്രീ ഹരീന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, പാലത്തായി കേസുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിനകത്ത് പറഞ്ഞ എന്താ, അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത് ഒരു മുസ്ലിം കുട്ടിയാണ്, പീഡിപ്പിച്ചിട്ടുള്ളത് ഒരു ഹിന്ദു അധ്യാപകനാണ് എന്നതുകൊണ്ടാണ് ഇത് വലിയ വിഷയമായി എന്ന് പറയുമ്പോൾ അതിന്റെ വർഗീയത എന്താണ്, അതിലെന്താണ് അദ്ദേഹം ഉന്നമിച്ചിട്ടുള്ളത്, അത് പാർട്ടി തള്ളി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജാതീയപരമായും വർഗീയപരമായും ഒക്കെയുള്ള വേർതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് ലക്ഷ്യം വിട്ട് മുന്നോട്ട് പോകുന്ന ആരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ കൃത്യമായി വിധി എഴുതും. രാജീവൻ ഇളയാവൂർ വളരെ കൃത്യമായി നയം വ്യക്തമാക്കുന്നു. എന്താണ് ഹരിദാസെ, രണ്ട് മുന്നണികളും പറയുന്ന നിലപാടുകളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾ പറയുന്നത് കേരളം മാറാത്തത് മാറും. ഇനി കേരളം മാറി മാറി ഭരിച്ചവരാണ് ഇവർ രണ്ടുപേരും. കേരളത്തിന്റെ അവസ്ഥ നമ്മുടെ ദേശീയ നിലവാരത്തിൽ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും താഴോട്ട് പോകുന്ന വ്യവസ്ഥ. കടം വാങ്ങിയിട്ട് കിട്ടാവുന്നിടക്കൊക്കെ കടം വാങ്ങിയിട്ട് ഭരണം നടത്തുകയും പെൻഷൻ കൊടുക്കുകയും, അതായത് തിരിച്ചു കിട്ടാൻ കഴിയാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടത്തുന്നത്. കടം വാങ്ങി നമ്മൾ എന്താ ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭം ഉണ്ടാക്കും. ലാഭം ഉണ്ടാക്കി കടം കിട്ടും. ഇവിടെ തിരിച്ചിട്ടാണ് കടം വാങ്ങി ഈ മറ്റുള്ള പെൻഷൻ കാര്യങ്ങൾ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ കടം വാങ്ങുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇതിന് ഉത്തരവാദികൾ ഇവർ രണ്ടുപേരാണ്. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലിയില്ല, ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അവരൊക്കെ വിദേശത്ത് പോവാണ്. നല്ല ആരോഗ്യ മേഖല എന്ന് പറയുന്ന ആരോഗ്യ രംഗത്ത് ഏറ്റവും അവതാളത്തിലായ ആരോഗ്യരംഗമായി മാറി. കാരണം ഇവർക്ക് പോലും വിശ്വാസമില്ല. ഇവരുടെ സർവ്വ നേതാക്കന്മാരും വിദേശത്ത് പോയി ചികിത്സിക്കുകയാണ്. അപ്പൊ സ്വാഭാവിക ആരോഗ്യ രംഗത്താകുന്നു. വ്യാവസായിക രംഗത്ത് വ്യവസായം ഇവിടുന്ന് എല്ലാം പോവുകയാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ പോവാണ്. അപ്പൊ വ്യാവസായിക രംഗത്തായിരുന്നു, ആരോഗ്യ രംഗത്തായിരുന്നു, വിദ്യാഭ്യാസ മേഖല ആയിരുന്നു. PM ശ്രീ പദ്ധതിയെ പറ്റി പറയുന്നത് ഇതിനെന്താ കുഴപ്പമെന്ന് മന്ത്രി ചോദിക്കുകയാണ്. പിന്നീട് മന്ത്രി സമ്മർദ്ദത്തിന് വിധേയമായിട്ട് തിരുത്തുകയാണ്. എന്താ എനിക്ക് തിരുത്തിക്കൂടെ ചോദിക്കുന്നത്? ഒരു മന്ത്രിയാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്വാഭാവികമായി ഇവർ രണ്ടുപേരും വർഗീയ പീഡനം നയം സ്വീകരിക്കും. ജമാഅത്ത് ഇസ്ലാമിന്റെയും SDP കാര്യം പറയുമ്പോൾ ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കി ഭരണം നടത്തിയവരാണ് LDF-ന്റെ ആളുകൾ. ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഭരണം പങ്കുവെക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെയാണ്. SDP ആയിട്ട് സീറ്റ് പങ്കാളിത്തം ചെയ്തവർ ഇവർ രണ്ടുപേരും. ഇന്നത്തെ പത്രത്തിലുണ്ട് ശൈലജ ടീച്ചർ വോട്ടിന് വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വീടുകൾ നിരങ്ങിയത്. അദ്ദേഹത്തിന്റെ മകനൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജ്യൂസും എൻ്റെ ഉപ്പയെ കാണാൻ വന്നപ്പോൾ ജ്യൂസും എന്താ പറയണ്ടേ മറ്റ് പലഹാരങ്ങൾ കൊടുത്തു, അതിന്റെ പൈസ തിരിച്ചടക്കണം എനിക്ക് എന്നാണ് പറഞ്ഞത്. കാരണം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് വ്യാപകമായി പ്രചരണം നടത്തുന്ന LDF എൻ്റെ വീട്ടിലെ ദണ്ഡ നിറങ്ങിയ പാർട്ടിയാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ശൈലജ ടീച്ചർക്ക് വലിയ വ്യക്തിത്വത്തിന്റെ ആളായിട്ടാണ് കാണുന്നത്. പക്ഷേ ശൈലജ ടീച്ചർ വോട്ടിന് വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ വീടാന്തരം തെണ്ടി എന്നാണ് ആര് പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിയുടെ മകൻ, കാസിയുടെ മകൻ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ സ്വാഭാവിക സ്ത്രീ പീഡനത്തിന്റെ കാര്യത്തിൽ എന്താണ് സുധാകരൻ പറഞ്ഞത്? സുധാകരൻ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി, രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ചേർത്ത് പിടിക്കും, ഞാൻ വീടുകൾ കയറും. MLA നടപടിയെടുത്തു. MLA ഇപ്പൊ ചെയ്തെന്ന് ഒരു കുട്ടിയല്ല, എത്ര കുട്ടികളാണ് ഓരോ പരാതിയായിട്ട് വരുന്നത്? മുഖ്യമന്ത്രിയുടെ 6ഉം 10ഉം കുട്ടികളാണ്. അപ്പൊ സ്ത്രീ പീഡനത്തിന്റെ കാര്യം ഇവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും പങ്കാളികളാണ്. അവിടെയാണ് കേരളത്തിന്റെ അവസ്ഥയിൽ മറ്റു സംസ്ഥാനങ്ങളുണ്ടായ വികസനം കേരളത്തിൽ വേണം. ഞങ്ങൾ കൊടുത്ത പദ്ധതിയാണ് കേരളത്തിന്റെ വികസനം ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ പദ്ധതികളുണ്ടോ ആ പദ്ധതികൾ. പക്ഷെ ആ പദ്ധതികൾ പലതും ഇവിടെ നടപ്പിലാക്കുന്നുമില്ല. ഇവിടെ നടപ്പിലാക്കാത്ത പദ്ധതികൾ എന്താണ്? ജൽജീവൻ എല്ലാ വീട്ടിലും വെള്ളം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇവരെന്ത് രാഷ്ട്രീയത്തിന് പേര് അത് മേടിച്ചു. ഇപ്പൊ വീട്ടിന്റെ കാര്യം ആവാസ് യോജനയിൽ കൊടുത്ത വീടുണ്ട്, ആ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഇതിന്റെ സംസ്ഥാന വിഹിതമില്ലാത്തതുകൊണ്ടാണ്. കിസാൻ സമ്മാൻ 2000 രൂപ വെച്ച് 6000 രൂപ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എല്ലാ വീടുകളും കിട്ടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇവർ രണ്ടുപേരും മടുത്തു. രാഷ്ട്രീയ പൊങ്ങച്ച കളിക്കുന്ന, നാടകം കളിക്കുന്ന വർഗീയവാദികളെ കൂട്ടിയിട്ട് അഴിമതി ഭരണം നടത്തിയവരാണ്, സ്ത്രീ പീഡകരാണ് എന്ന ഒരു ബോധ്യം പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് കേരളം മാറും. മാറാത്ത കേരളം മാറ്റാനാണ് ഞങ്ങൾ പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി SDP ഇരു മുന്നണികളും കാലാകാലമായിട്ട് ഇവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തിയത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും അതൊരു വിഷയമായി വരുന്നു? ഞങ്ങൾ ഈ വർഗീയതയുമായി ഒരു കാലത്തും സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല.
ജമാഅത്ത് ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, RSS ഇവരെല്ലാം ഈ രാജ്യത്തിലെ വർഗീയ വൈറസുകളാണ്. അവരെ ഒരു കാലത്തും കൂടെ ചേർക്കുക എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏതാണ്ട് 500ഓളം പഞ്ചായത്തുകളിൽ, 300 നേരിട്ട്, 200ഓളം പഞ്ചായത്തുകളിൽ പരോക്ഷമായി അവരുമായിട്ട് സഖ്യത്തിലാണ്. BJP ഞാൻ പറഞ്ഞില്ല, 3200 മുൻകാലത്ത് ഇടതുപക്ഷവും അങ്ങനെ സഖ്യത്തിലായിട്ടുണ്ട്. ഒരിക്കലും സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരിക്കലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും, പത്രങ്ങളും അതുപോലെ തന്നെ BJPയും കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ടാവും, പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഏതെങ്കിലും വർഗീയ പാർട്ടിയുമായിട്ട് മുന്നണിയായി മത്സരിച്ച ഒരു ചരിത്രം CPM-നെ സംബന്ധിച്ചില്ല, LDF-നെ സംബന്ധിച്ചില്ല, ഉണ്ടാവുകയുമില്ല. കാരണം ഞങ്ങൾക്കറിയാം ഇത് അർബുദമാണ്, ഈ രാജ്യത്തിനേറ്റ ക്യാൻസറാണ് കേരളം. അതുകൊണ്ട് അവരുമായിട്ട് സഖ്യത്തിന്റെ വിഷയമേ ഇല്ല. ഈ അപകടത്തെ അവർ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ പെൻഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, 2000 രൂപയാണ് പെൻഷൻ. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അക്കാര്യം സംബന്ധിച്ച് മടിയില്ലാതെ പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല. 1900 രൂപ അനുവദിച്ചത് ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്. 45 രൂപ വെച്ച് ആരംഭിച്ചത് നായനാരുടെ ഗവൺമെൻറ്റാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 100 രൂപ കൊടുത്തു, തീരുമാനിച്ചു, പക്ഷേ കൊടുത്തില്ല. നേരത്തെ 32 ലക്ഷം പേർക്കാണ് ഉമ്മൻചാണ്ടി അധികാരത്ത് പോകുന്ന അവസരത്തിൽ പെൻഷൻ. ഇപ്പോൾ 62 ലക്ഷം പേർക്കാണ്. അന്ന് 600 രൂപയാണ്, ഇന്ന് 2000 രൂപയാണ്. പിന്നെ 400 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ന്യായം? പിന്നെ ഈ പറയുന്ന സമരം, ഞാൻ ചോദിക്കട്ടെ, ആ സമരം നടത്തിയിരിക്കുന്ന ആരാ? ഇവർ രണ്ടുപേരും ചേർന്നല്ലേ. അതിലെന്ത് ആശാവർക്കർമാർ വന്നിരിക്കുന്നത്? അതിലൊരു ആശാവർക്കറുമില്ല. പിന്നെ അവര് സമരം ചെയ്യുന്ന ഫലമായിട്ടേ അല്ല ഈ പറയുന്ന തുക വർദ്ധിപ്പിച്ചത്. എങ്കിൽ ആശക്കാർക്ക് മാത്രമല്ലോ, അംഗൻവാടിക്കാർക്കുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ വർഗീയ പരാമർശം, ഇപ്പം P. ഹരീന്ദ്രൻ ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മതം കൊണ്ടുവന്നു. അതിനകത്ത് മതത്തിന് റോളുണ്ടോ? അല്ല, മതസംഘടനകൾക്ക് റോളുണ്ടോ? മതത്തിനെതിരെ റോളില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെ വർഗീയ പാർട്ടികൾ എടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പൊ SDPI, ജമാഅത്ത് ഇസ്ലാമി അവർ ഈ വിഷയത്തെ എടുക്കുന്നത് ഈ പറയുന്ന പോലെ ഏത് മതക്കാരനാണ് കുറ്റവാളി എന്ന കാര്യം പരിഗണിച്ചാണ്, ആരാണ് ഇരയെന്ന് പരിഗണിച്ചാണ്. അത് അവരുടെ പീഡനത്തിനും അങ്ങനെ മതമുണ്ടോ? അല്ല, മതപരമായി അവർ പരിഗണിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ പീഡനങ്ങളും അന്യായമാണ്. ഒരൊറ്റ പീഡനത്തെയും ഞങ്ങൾ എതിർക്കാതിരുന്നിട്ടില്ല, അതിനുള്ള എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നിട്ടില്ല. എന്നാൽ വർഗീയ പാർട്ടികൾ അത്തരം കാര്യങ്ങൾ പോലും മതാടിസ്ഥാനത്ത് കാണുന്നു. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ആര് പ്രതിയെ നോക്കിയിട്ടല്ല കാണേണ്ടത്. ഏത് പാർട്ടിയായാലും അന്യായം അന്യായമാണ്, അന്യായത്തെ അന്യായമായി കാണണം. SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കും കേസിൽ പ്രതി പിടിയിലാകുന്നില്ലെങ്കിൽ, പ്രതി വലയിലാകുന്നില്ല, പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ സമരരംഗത്തടങ്ങുന്ന പ്രസ്ഥാനങ്ങളുടെ മതം നോക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു കാരണവശാലും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പാലത്തായി കേസ് നിങ്ങൾക്കറിയാം. പാലത്തായി കേസിൽ ഏറ്റവും ആക്ഷേപിക്കപ്പെട്ടത് ആരാ? ഞങ്ങളാണ്. BJPക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആക്ഷേപിച്ചാരാ? കോൺഗ്രസ് ആണ്. അവസാനം ഏറ്റവും മികച്ച ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അഭിനന്ദിക്കണ്ടേ ഞങ്ങളെ. സംബന്ധിച്ചും ഇത് സംബന്ധിച്ചും നവമാധ്യമങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അന്വേഷണം ഫലപ്രദമല്ല എന്ന്, അവിടുത്തെ ആദ്യത്തെ അന്വേഷണം ഫലപ്രദമല്ല എന്ന് കണ്ട് അന്വേഷണ സംവിധാനം മാറ്റിയത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഏറ്റവും ശക്തമായ വാദം ഉന്നയിച്ചത്. പക്ഷേ മാധ്യമങ്ങളടക്കം ഞങ്ങളെ ആക്ഷേപിക്കാനാണ് ആ സമയം ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായ നിലപാടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ എന്തോ BJPയുടെ ഗവൺമെൻറ് എന്തോ ചെയ്യുന്നില്ലേ ലോകത്തിലെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ പറ്റി BJP സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ഷേപത്തിനും മറുപടി അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ഉണ്ടായ സ്റ്റേറ്റ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും ഞങ്ങൾ അറിഞ്ഞല്ല, കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യയിൽ ഏറ്റവും PSC നിയമനം നടന്ന സ്റ്റേറ്റ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും വലിയ വ്യവസായ വികസനത്തിന് 1ാം സ്ഥാനം കേരളം. വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് എല്ലാം പറഞ്ഞ് നരേന്ദ്രമോദിയാണ്. ഞങ്ങൾ പറഞ്ഞല്ല, നരേന്ദ്രമോദി പറഞ്ഞാൽ. പിന്നെ കടത്തിന്റെ കാര്യം, കടം ഇരട്ടിയായിട്ടുണ്ട്. പക്ഷെ കേന്ദ്രത്തിന്റെ കട എത്രയാ? ആകെ GDPയുടെ 67%. കേരളത്തിന്റെ കട എത്രയാ? ആകെ GSDPയുടെ 47%. ഏതാ 47 67 കണക്കാണ്. തിരിച്ചു വരാം രാജീവൻ. ഈ മതം, നിങ്ങളാണല്ലോ അത് പറഞ്ഞത്, പാലത്തായി കേസ്. അതിനകത്ത് ശരിക്ക് ഏറ്റവും ആരോപണത്തിന് വിധേയരായത് CPM തന്നെയാണ്. ഷൈല ടീച്ചറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ പ്രചാരണമാണ് നടന്നത്. സത്യത്തിൽ ടീച്ചർ അതിനകത്ത് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതായി വ്യക്തമായ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യത്തിൽ ഈ മതസംഘടനകൾ കയറി ഇടപെട്ടു എന്നിവർ പറയുന്നതിൽ എന്താണ് തെറ്റ്? മതസംഘടനകൾ കയറി ഇടപെട്ടൊന്നല്ല. അതിനകത്ത് നടന്നത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ്. ആ പെൺകുട്ടി ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അത് മതത്തിൻ്റെ പേരിൽ ചിത്രീകരിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. പീഡിപ്പിച്ചിട്ടുള്ളത് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു വരുന്നത്. അതിൻ്റെ അകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്.
അത് കൃത്യമായിട്ടുള്ള വർഗീയപരമായ അതെന്താണ് അത് ലക്ഷ്യം വെക്കുന്നത്? എന്താണ് വർഗീയപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക, അതിലൂടെ നേട്ടം ഉണ്ടാക്കുക. അത് തന്നെയാണ് ഇതിനകത്ത് ലക്ഷ്യം. അത് വ്യക്തല്ലേ? പിന്നെ ഇതിനെ പ്രകാശ് മാഷ് പറഞ്ഞല്ലോ, ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ 2000 നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു 400 രൂപ അത് 2000 ആക്കി ഉയർത്തി എന്ന്. 2000 ഉയർത്തേണ്ടത്, അത് 3500 ഉയർത്തേണ്ട പെൻഷനാ. 2000 അല്ല ഉയർത്തേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത് ഒറ്റ പെൻഷനായി ഇവർ കൊടുക്കുന്നു, ഒരു പെൻഷൻ. ഉമ്മൻചാണ്ടി 3 പെൻഷൻ കൊടുത്തോണ്ട് വന്ന കാലഘട്ടങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ പെൻഷൻ ഇപ്പോഴും 8 മാസത്തോളം കുടിശ്ശികയുള്ള പെൻഷനാണ്. ഈ പറയുന്ന പെൻഷൻ ഇവർ ഈ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിന് മുമ്പേയുള്ള പെൻഷൻ 8 മാസം കുടിശ്ശികയുള്ള പെൻഷനാ. ആ പെൻഷൻ കുടിശ്ശിക വെച്ചുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ 400 രൂപയുടെ വർധനവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാത്? കഴിഞ്ഞ 9.5 വർഷക്കാലം സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളും ജനങ്ങളും മുമ്പിൽ അവതരിപ്പിക്കാനില്ല. സർക്കാർ ഇപ്പോ പ്രതിക്കൂട്ടിലാണ് എല്ലാ കാര്യത്തിലും. അല്ല, നിരാലംബരായ എല്ലാ ബുദ്ധിമുട്ട് പാവപ്പെട്ടവന്റെ കുടിലേക്ക് ഇപ്പം അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ 2 പേർക്ക് 4000 രൂപ എത്തുന്നത് ഞങ്ങൾ പെൻഷൻ കൂട്ടണം എന്ന് ആവശ്യപ്പെടുന്ന വിട്ടാ. ഞങ്ങൾ ഒരിക്കലും 400 രൂപ വർദ്ധിപ്പിച്ചതിന് മോശമാക്കി കാണിക്കുകയോ തെറ്റാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത് ഇതിങ്ങനെ കൂട്ടിപ്പോയാൽ ഇത് ആര് കൊടുക്കും? അതൊരു യാഥാർത്ഥ്യല്ലേ? ഖജനാവിന്റെ അവസ്ഥ എന്താ? ഇത് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കണമെങ്കിൽ അധിക ബാധ്യത 10,000 കോടിയുടെ അധിക ബാധ്യത വരുമെന്ന് പറയുമ്പോൾ ഖജനാവിന് പൂച്ച വെട്ടിയെടുക്കുകയാണ്. കാര്യമായ ഖജനാവാണ്. പക്ഷെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ കടത്തിന്റെ കണക്കാണ് നിങ്ങൾ അറിയേണ്ടത്. കേരളത്തിന്റെ സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോ കേരളത്തിന്റെ കടത്തിന്റെ കണക്കെത്ര, ഇന്ന് എത്രമാത്രം കടത്തിന്റെ ഗണ്യമായ വർധനവുണ്ടായി എന്നാണ് പരിശോധിക്കേണ്ടത് നമ്മള്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നത് ഇപ്പോ നിങ്ങൾ ലോകത്ത് എവിടെയും കേൾക്കാത്ത സംഭവമാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവാന്ന് കേന്ദ്ര ഗവൺമെന്റ്, അത് ഹോബിയാണ് അവർക്ക്. വിലവർദ്ധനം ഇപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ അകത്ത് ക്രൂഡ് ഓയിലിന്റെ വില നിലവാരം $40-50 അവിടെ ഇപ്പൊ വേണമെങ്കിൽ ഈ രാജ്യത്തിനകത്ത് പെട്രോളും ഡീസലും 50 രൂപക്കും 60 രൂപക്കും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് അവർ 100-110 രൂപക്ക് പെട്രോൾ ഡീസലും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. ഇവർ പറഞ്ഞല്ലോ ഇവര് വികസനം. അത് വർദ്ധിപ്പിക്കുമ്പോ ഉമ്മൻചാണ്ടി സർക്കാർ, മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ ഈ വർധനവുണ്ടായി. അന്ന് $140-150 ആയിരുന്നു ബാരലിന് ക്രൂഡ് ഓയിലിന്റെ വില നിലവാരം. ആ സമയത്ത് ഉണ്ടായ വിലവർദ്ധനം എത്രയാ? 65-75 രൂപയാണ്. അന്ന് സംസ്ഥാനം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു ഈ വർധനവിന്റെ അധിക ടാക്സ് കേരളത്തിന് വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഒറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിച്ചതാ. കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ജനങ്ങളെ സഹായിക്കാനാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചെങ്കിൽ ഇവിടെ വർദ്ധിപ്പിച്ച വർധനവ് വിലവർദ്ധനം കൂടാതെ 2 രൂപ ഗവൺമെന്റ് എന്നിട്ട് പറഞ്ഞു ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന്. ആ ക്ഷേമ പെൻഷൻ മാസക്കാലം കുടിശ്ശിക കിടക്കുന്നത്. ഇപ്പൊ അത്രയും കൃഷി ഉണ്ടോ നമുക്ക് ചോദിക്കാം. എന്താണ് ഹരിദാസ്? ഒന്ന് പാലത്തായി കേസ്, അതിന് ഈ മതം കടന്നു വരുന്നത്, അതൊരു പീഡന കേസ്. എങ്ങനെയാണ് മതം കടന്നു വരുന്നത് ഹരിദാസ്? എന്തൊരു ശുദ്ധ തോന്നിയാസം ഇത്. പാലത്തായി കേസ് ശരിക്കും ട്രാപ്പാണ്. ഞാൻ പറയും, പൊതുപ്രവർത്തകന്മാർക്ക് പോക്സോ കേസിൽ ട്രാപ്പ് പെടുത്തുക എന്ന് പറയുന്നത്. കാരണം വർഗീയമായ അജണ്ടയായിരുന്നു അവിടെ ഉള്ളത്. SDP ആണ് ഇതിന്റെ കാരണ ആളുകൾ. SDP ലീഗ് അതിന് പിന്താങ്ങി. അല്ലല്ല, ഞാൻ പറയാം, ആ കുട്ടിയുടെ മൊഴി നിങ്ങൾ നോക്കേണ്ടത്. ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തിനു പറഞ്ഞ DGP ശ്രീജിത്ത് അടക്കമുള്ള ആളുകൾ. നിങ്ങൾ സന്തോഷിനെ നമുക്ക് പറയാൻ പറ്റുമോ? സന്തോഷ് ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ. നമുക്കറിയാം ഷൗക്കത്ത് അലി സാർ കൂടെ ഇരുന്നായിരുന്നു. അല്ലെ, KB സന്തോഷ് സത്യസന്ധൻ. ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇവരെ ഏർപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധമായ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അവർ കണ്ടെത്തിയ മൊഴി എന്താ? കുട്ടിയുടെ 3-4-5 പ്രാവശ്യം കുട്ടിയെ മൊഴി രേഖപ്പെടുത്തി. ഞാൻ പറയാൻ പറ്റും, നിങ്ങൾ ഇവരെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഷൈല ടീച്ചർ എങ്ങനെ ഇടപെടുന്നു ഈ കേസിൽ? ഷൈല ടീച്ചറുടെ ഇടപെടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത്. എന്താണെന്നറിയോ? ഷൈല ടീച്ചർക്ക് അവിടുന്ന് വോട്ട് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഈ 2 കൂട്ടരും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ചപ്പോ മാർക്സിസ്റ്റ് പാർട്ടി വെറുതെ ആവശ്യമില്ലാത്ത പ്രതിരോധം എന്താണ്? കോൺഗ്രസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. SDPയും ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിന്റെ പിറകിലുണ്ടായിരുന്നത്. ഇത് എന്റെ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട് ആ അധ്യാപകൻ, അതുമായി ബന്ധപ്പെട്ടതാണ് വിവാദം തുടങ്ങുന്നത്. അവിടുത്തെ ഉറുദു അധ്യാപക
എന്താ പറഞ്ഞത്? അധ്യാപക ആ വീട്ടിൽ കുട്ടിയെ കാണാൻ പോയപ്പോഴാണ് കുട്ടിയുടെ അച്ഛൻ്റെ അനുജൻ പറയുന്നത്, ഇങ്ങനെ ഒരു മാഷുണ്ടല്ലോ അവിടെ, എങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അയാളെ എങ്ങനെയെങ്കിലും ട്രാപ്പൊക്കെ എണിക്കണം, അതിനു വേണ്ട സംവിധാനം ഉണ്ടാക്കി നിങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു വിടരുതോ എന്ന് ചോദിച്ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. എന്തേ അത് ആ മൊഴി പ്രകാരമുള്ള സത്യസന്ധമായ അന്വേഷണം നടക്കാക്കി? എത്ര അന്വേഷണം നടന്നു? 2 അന്വേഷണം നടന്നു. കുട്ടി എത്ര പ്രാവശ്യം ഈ സ്ഥലം മാറ്റി? കുട്ടി പിന്നെ പറഞ്ഞു CCTV-യിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തുള്ള സകല CCTV പരിശോധിച്ചു, അങ്ങനെ ഒരു സംഭവമില്ല. കുട്ടി കൊഴുത്ത മൊഴിതെറ്റ്, കുട്ടിയുടെ കുടുംബം കൊടുത്ത മൊഴിതെറ്റ്, അങ്ങനെ അന്വേഷണത്തിന് എല്ലാ വിധത്തിലും ഒരു എവിഡൻസും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇതിലെങ്ങനെയും കൊടുക്കണം, അത് CPM സഹായിക്കുന്നു എന്ന് ഒരു ബോധപൂർവമായ പ്രചരണം SDPI, ജമാഅത്ത് ഇസ്ലാമി, ലീഗ്, കോൺഗ്രസ് ഉണ്ടാക്കി. ഞാൻ CPM സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അപ്പൊ CPM എന്ത് ചെയ്യുന്നു അറിയോ? സത്യസന്ധമായ അന്വേഷണത്തിന് വഴിതടഞ്ഞുകൊണ്ട് ഇവർക്ക് വിധേയനാകുന്ന ഒരു DYSP കൊണ്ട് അന്വേഷിച്ചു. ആരാണ്? രത്നകുമാർ ഇപ്പൊ എന്താ പയ്യന്നൂര് വരെ സ്ഥാനാർത്ഥിയാണ്, ശ്രീകണ്ഠപുരത്ത് അല്ലെ. CPM പറഞ്ഞാൽ ഇരിക്കണം എന്ന് പറഞ്ഞ കടന്നൊടുക്കുന്ന രത്നകുമാർ, എന്ത് വഴിവിട്ട കാര്യം ചെയ്തു കൊടുക്കുന്ന രത്നകുമാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമുക്ക് പറയാൻ സാധിക്കണം. ഒരാളുടെ കുടുംബജീവിതം നശിപ്പിച്ച്, കാരണം 2-3 അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ, ആ വസ്തുതകൾ മറച്ചു വെച്ചിട്ട് അവരൊക്കെ മോശമാണ്. DGP ശ്രീജിത്തിനെ കണ്ടിട്ടുണ്ടാവും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് വന്നത്. അപ്പൊ സ്വാഭാവികം ഒരു വനിതാ IPS ഓഫീസർ, ലാസ്റ്റ് ഒരു വനിതാ IPS അന്വേഷിക്കണം, വനിതാ IPS ഓഫീസർ അന്വേഷിച്ചല്ലോ. 2 കൗൺസിലർമാർ അല്ലെ, 2 കൗൺസിലർമാർ കൗൺസിൽ ചെയ്തു, അവർ കൊടുത്ത റിപ്പോർട്ട് എന്താ? എല്ലാം പറയട്ടെ. അങ്ങനെ വരുമ്പോ ഒരു സത്യസന്ധമല്ലാത്ത ഒരു കേസ്, ആ കേസിൽ ഒരു പാവപ്പെട്ട ഒരു അധ്യാപകൻ, ഞങ്ങൾ പീഡിപ്പിച്ച ആളുകൾ സംരക്ഷിക്കുന്ന പാർട്ടിയൊന്നുമില്ല BJP, പക്ഷെ സത്യം പുറത്തു വരണല്ലോ. ഇത് സത്യം പുറത്തു വരും, ഞങ്ങൾ 100% ഉറപ്പുണ്ട്. കാരണം ഇത് ചൂഷണം ചെയ്യുന്ന, ഇതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എന്ന് പറയുമ്പോൾ ഉടനടി മറ്റുള്ളവരൊക്കെ അവരൊക്കെ ഒന്നിക്കുന്ന ഒരു സംവിധാനമാണ്. ഞങ്ങളില്ല, ഞാൻ പറഞ്ഞില്ല, ഇതാ ഒരു FIR എന്റെ കയ്യിലുണ്ട്, നിങ്ങൾ നോക്കൂ. ഇത് പോലീസ് അടയിരിക്കുകയാണ്, കൊളവല്ലൂർ പോലീസ് അളവിരിക്കുക. ഇതാ ലീഗ് നേതാവിനെതിരായിട്ടുള്ള കേസാ. 6 കുട്ടികളെ പീഡിപ്പിച്ച് ഗൾഫിലേക്ക് കടത്തിയ ആരാണ്? ഈ ഭരിക്കുന്ന പ്രകാശ് മാഷയുടെ ഭരണത്തിലെ പോലീസാണ്. പോലീസ് അവരോട് രക്ഷപ്പെട്ടോളം പറഞ്ഞു, എന്നിട്ട് ഇപ്പം അത് അടച്ചു വെക്കാണ്. അങ്ങനെയാണ് അയാൾ തന്നെയാണ് ഈ പെൺകുട്ടിയായിട്ട് പരാതിയായിട്ട് വന്നപ്പോ ആദ്യം ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പരാതി ഉണ്ട് എന്ന് പറയുന്ന കോൾ റെക്കോർഡ് അടക്കം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. 3 അന്വേഷണം നടന്നല്ലോ നവാസ് ജി, 3 അന്വേഷണം നടന്നല്ലോ. ആരൊക്കെ അന്വേഷണം നടത്തി? സന്തോഷിന്റെ ടീം അന്വേഷണം നടത്തിയോ? അല്ലെ, ശ്രീജിത്തിന്റെ അന്വേഷണം നടത്തിയോ? വനിതാ IPS അന്വേഷണം നടത്തിയോ? കൗൺസിലിംഗ് നടത്തിയോ? ഈ ലോകത്തുള്ള മുഴുവൻ CCTV പരിശോധിച്ചോ? ഒരു വസ്തുത വേണ്ടി അക്കാര്യത്തിൽ DGP ഇവരെ സ്വന്തം DGP ആകുമ്പോ നരേന്ദ്രമോദി, സുഭാഷ് ചൗഹാൻ, പിണറായി വിജയൻ DGP ഒക്കെ 6 പെൺകുട്ടികളെ പീഡിപ്പിച്ചു. ഇവരെന്താ ചേർത്ത് പിടിക്കലോ? ഇവരെ സുധാകരൻ MP എന്താ പറഞ്ഞ്? എനിക്ക് തെറ്റുപറ്റി. ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് എന്താ? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി കിട്ടുന്നത്? ഡിജിറ്റൽ തെളിവുണ്ടായിരുന്നില്ലേ? ആ കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ? എന്തേ മുഖ്യമന്ത്രി അടിയിരുന്നതിന്റെ മുകളിൽ? എന്തേ ആഭ്യന്തരമന്ത്രി അടിയിരുന്നത്? എന്തേ കോൺഗ്രസ് എന്താ ആ കുട്ടിയെ എന്തേലും സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിക്കെതിരെ പ്രതിഷേധം എന്തേലും അതിനാണ് മറുപടി വേണ്ടത്. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ക്രൈംബ്രാഞ്ചിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി പോകുന്നു. ഇന്നൊരു ചോദ്യമുണ്ട്, ഇനി നാട്ടിലുള്ളവർ മുഴുവൻ പരാതി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ? പോലീസ് സ്റ്റേഷനൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയാണോ കൊടുക്കേണ്ടത്? ഇതിലൊരു രാഷ്ട്രീയമില്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് കേട്ട ഏറ്റവും നിഷ്ഠൂരമായ നമ്മുടെ ഒരു കൊച്ചു മകളുടെ നേരെ നടന്നിരിക്കുന്ന ഒരു കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ 5 മിനിറ്റ് നേരം BJPയുടെ നേതാവിന് എങ്ങനെയാണ് സാധിക്കുന്നത്? വാദങ്ങൾ ഉയർത്താൻ എനിക്കറിയില്ല. എന്തായാലും ആ വിഷയം ഞാൻ നിങ്ങൾ പറയുമ്പോൾ ശബ്ദിച്ചു, അത് ഡിബേറ്റബിൾ അല്ല. എല്ലാ കാര്യങ്ങളും ഡിബേറ്റ് ചെയ്ത് കോടതി കുറ്റക്കാരനാണെന്ന് തീരുമാനിച്ചാൽ ജയിലിൽ കിടക്കുക. സബ്ജക്ട് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിബേറ്റബിൾ. ഒന്നും പറയുന്നില്ല. അതെ, അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ അത്ഭുതകരമാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നു അവിടെ 8 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന്. അദ്ദേഹം ജീവിക്കുന്ന കേരളത്തിലല്ലേ? എത്ര മാസത്തെ ഉണ്ട്? ഒരൊറ്റ മാസത്തെ ഇല്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ 1600 രൂപ കൂടി കിട്ടിയതിന് ശേഷമല്ലേ ഇപ്പൊ കാര്യം നിൽക്കുന്നത്. ഒരു പൈസ 3600 രൂപ എല്ലാം, അതാ 1600 അവസാനത്തെ ഒരു ഗഡു അത് ഉൾപ്പെടെ കൊടുത്തു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് അറിയാതിരിക്കാൻ കഴിയില്ല. ഒരൊറ്റ പൈസ കുടിശ്ശികയില്ല, പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ പക്ഷത്താണ് ഈ ഗവൺമെന്റ് എന്ന് കൃത്യമായിട്ട് ആളുകൾ മാഷെ അറിയുന്ന കാര്യമാണ്. മാഷെ ഒരു ഒറ്റ മാഷെ 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 ഒറ്റ പേര് നിങ്ങളുടെ മാഷ സംസാരത്തിന്റെ ഇടപെടുത്തുന്നതാണ്. എത്ര മാസത്തിന് മുമ്പേ മാഷെ കുടിശ്ശിക ക്ലിയർ ചെയ്തത്? അല്ല ക്ലിയർ ചെയ്തല്ലോ, അല്ല എപ്പോ ക്ലിയർ ആയല്ലോ. എപ്പോഴാണ് അല്ല, ക്ലിയർ ആയത്? 8 മാസം ഉണ്ട്. ഞാൻ പറയുന്നറിയാം, ഞാൻ ഒരു മാസമില്ല 18 മാസം കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോൺഗ്രസിന് ഒന്നാമതിയിൽ പറയാൻ വേണ്ടിട്ട് ഒരു ന്യായമില്ല. 600 നിന്ന് 2000 റുപ്യക്ക് നമ്മൾ മോശം. സമ്മതിച്ചു. 45 റുപ്യ ആദ്യം കൊടുത്തത് അത് പറഞ്ഞു. അന്ന് പ്രത്യുൽപാദന അല്ല എന്ന് നിയമസഭാ പ്രസംഗം നടത്തിയിട്ടുള്ളത് അന്നത്തെ കോൺഗ്രസ് നേതാവായിട്ട് കരുണാകരൻ. പക്ഷെ റെഡി ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആദ്യകാലത്ത് സരിത വന്നു, സ്വപ്ന വന്നു, ഇപ്പൊ വീണ്ടും ഒരു സെക്സ് ഒരു പീഡനം കടന്നു വരുന്നു. എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് പരാതികളും പീഡന കഥകളും. ശരിയുണ്ടാകാൻ തെറ്റുണ്ട്. എന്തുകൊണ്ട് ഈ സമയത്ത് വരുന്നു എന്നുള്ളതാണ്. ഇത് വന്നല്ലോ, നേരത്തെ വന്നല്ലോ. ഇപ്പോഴുന്ന വിഷയം അതല്ല. ഇപ്പോഴുയർന്നു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉന്നയിക്കപ്പെട്ടതാണ്. പിന്നെ ഗവൺമെന്റ് അക്കാര്യത്തിലെടുത്ത് ഇതുപോലൊരു MLA അവരെ സംരക്ഷിക്കാൻ ഒരു പാർട്ടി ആകെ നിൽക്കുന്നു. അങ്ങനെ ഒരാൾക്കെതിരായിട്ട് പോലും കേസെടുക്കാൻ ധൈര്യം കാണിച്ചു ഗവൺമെന്റ്. ഒരാക്ഷേപവും ഇല്ലാതെ FIR ഇട്ടു, അന്വേഷണം നടക്കുകയാണ്. പ്രത്യേക അന്വേഷണ ടീമിനെ ഏർപ്പെടുത്തി. അത് ആ സംഭവം വന്ന ഉടനെ ആ സംഭവം സംബന്ധിച്ച പരാതി വന്നിരിക്കുന്നു. ഒരു മിനിറ്റ് പോലും അതിൽ പാഴാക്കാതെ പരാതി അന്വേഷിക്കുന്നു. ഇലക്ഷൻ സമയമാകുമ്പോൾ പരാതി നേരത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ 1200-ലേറെ ആളുകൾ പ്രധാനമന്ത്രി വിമർശിച്ചു വന്നതിന് പേര് ജയിലിൽ കിടക്കുന്ന ആളായി. 1200 തങ്ങൾക്കെതിരായി അല്ല, അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേരളത്തിലല്ലേ നിങ്ങളിപ്പോ ഞാൻ പറയാം ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ, നമ്മുടെ പേര് നവമാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഉർക്കായസ്ഥ. അദ്ദേഹം എത്ര മാസമൊക്കെ ജയിലിലായിരുന്നു? എന്താ ആക്ഷേപം? നരേന്ദ്രമോദിക്ക് ആ സ്ഥാപനം പൊട്ടിച്ചല്ലോ. നിങ്ങളെ പറഞ്ഞതിനെതിരായിട്ടാണ് ഞാൻ പറയുന്നേ. ആ പറയാനല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യയില് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ ധൈര്യം കാണിച്ച ഒരൊറ്റ മാധ്യമേ ഉള്ളൂ, NDTV. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തിനോട്, അതിപ്പോ ആരതാ? നരേന്ദ്രമോദി പോക്കറ്റിനകത്തുണ്ട് മുതലാളി. അദ്ദേഹം വിലക്ക് വാങ്ങിച്ചതാ. ഒരുപാട് തവണ പൂട്ടിക്കാൻ ശ്രമിച്ചു, ഒടുവിൽ പൂട്ടിയില്ല. അതിന്റെ ചുമതലക്കാര് ഒരു കാരണവശാലും വഴങ്ങുന്നില്ല. ഒടുവിൽ ആ സ്ഥാപനം വിലക്ക് കാണിച്ചു. ഒരൊറ്റ സ്ഥാപനം നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചാൽ നിൽക്കില്ല ഇന്ത്യ രാജ്യത്ത്. അദ്ദേഹം ഏകാധിപത്യം നടപ്പാക്കുകയാണ്. ഭീകരവിരുദ്ധ നിരോധന നിയമമാണ് പ്രയോഗിക്കുന്നതൊന്നും സാധാരണ നരേന്ദ്രമോദിക്കെതിരായിട്ട് പറഞ്ഞ പിന്നെ ഭീകരവിരുദ്ധ നിയമമല്ലാതെ വെറുതെ പ്രയോഗിക്കേണ്ടത്. ഇത്ര വൃത്തികെട്ട നിലക്ക് ലോകത്താകെയുള്ള 150 രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 156-ാമത്തെ രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. മേനി നടിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ 106-ാമത്തെ രാജ്യം ഇന്ത്യ. മേനി നടിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് 3 ലക്ഷം തൊഴിലാളികൾ ആത്മഹത്യ ഇന്ത്യയിൽ. മേനി നടിക്കാൻ പറയില്ലാരും. പറഞ്ഞ ജയിലല്ലേ സ്ഥലം. പിന്നെ ഇവിടെ പറയാനാ? ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരും കേസെടുക്കുന്ന വിഷയമില്ല. പക്ഷെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ അധികാരമൊന്നുമില്ല. അദ്ദേഹം ഒരു വ്യക്തിയല്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. അധിക്ഷേപിച്ചാൽ ഇവിടെ ഇരിക്കുന്ന അധിക്ഷേപിച്ചാൽ കേസെടുക്കും. അത് ഇവരുടെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും മാധ്യമ സ്വാതന്ത്ര്യം ബന്ധപ്പെടില്ല. പക്ഷേ പ്രധാനമന്ത്രിക്കെതിരായിട്ട് പോസ്റ്റ് ചെയ്ത ആളുകളൊന്നും ഇവിടുത്തെ അങ്ങനെയാണ് കേരളത്തിൽ ഒരൊറ്റ ആളുണ്ടാവില്ല. കാരണം അറിയാം, എല്ലാവരും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾ ചെയ്യുന്നുണ്ടല്ലോ. NDTV മേടിച്ചു. കണ്ണൂർ എന്റെ അങ്ങനെ പോകുന്നു, അങ്ങോട്ടൊന്നും പോട്ട. കണ്ണൂര് തിരുവേപ്പതി മില്ല് പാവം ആ തമിഴ്നാട്ടുകാരൻ ചെട്ടിയാരി ഒട്ടമിട്ട് ചെട്ടിയാരെ CIT കൂടെ സമരം നടത്തിച്ചിട്ട് അടുത്ത കംപ്ലീറ്റ് മിഷനറി പോലും എടുക്കാണ്ടാക്കി. ഇപ്പൊ ആരെ കയ്യില നായനാറക്കട്ടം ഇന്ന് പേര് വിട്ടിട്ട് ഇപ്പൊ മാഷ പാർട്ടി കൈകാര്യം ചെയ്യാം. ഗുരുതരമായ ആരോപണമാണ്. അത് കൃത്യമായി തിരുവാപ്പതിയിൽ പൂട്ടിച്ച് കഴിക്കലാക്കിയെന്നാണ് പറയുന്നത്. തൊഴിലാളികളെ സമരത്തിനിറക്കിയിട്ട് CIT പൂട്ടിച്ചിട്ട് ചെട്ടിയാർ നാട് കടത്തിയിട്ടില്ല. ആ സാധനം പോലും എടുക്കാൻ പറ്റില്ല. ഇത് കണ്ണൂരിലെ അനുഭവം. നമുക്കൊക്കെ എന്താ അനുഭവം? ഗൗരവമേറിയ ആരോപണമാണ്. പൂട്ടിച്ച് കൈക്കലാക്കി CPM
അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഞങ്ങള്. NTT എല്ലാവർക്കും പത്രസ്വാതന്ത്ര്യം, ദേശാഭിമാനം എന്തൊക്കെ വരുന്നുണ്ട്. ഇതുവരെ ഒരു നോട്ടീസ് വന്നാൽ കൂട്ടിച്ചോ എന്താ കൈരൽ ടീം പച്ചയായ നുണ പ്രചരിപ്പിക്കുന്നത്, കേരളം മൊത്തം എന്തൊക്കെ വർഗീയ പ്രചരിപ്പിക്കുന്നത്, ഞങ്ങളാരും അറിയണോ? അങ്ങനെ പത്രസ്വാതന്ത്ര്യത്തിനോ ഈ ഞങ്ങളുടെ കണ്ണൂര് പോലും അനുഭവമുള്ള കാര്യം മാഷ് പറഞ്ഞു പിടിക്കുക. ഇന്ന് ആരാ തിരുവപ്പതി ബിൽ എന്താണ്? ആ ഏക്കറാണ് സ്ഥലം എങ്ങനെ കൈക്കാക്കിയ മാഷെ? അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊന്ന് പറയാം. കേരളത്തിലെ അല്ല ഈ പറഞ്ഞ ഈ മാഷ് ഇത് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ആ പെൺകുട്ടി ഇപ്പം ഫിസിക്കലി അവർ പരാതി കൊടുക്കാൻ തയ്യാറായി. അതുവരെ അവർ പറഞ്ഞിരുന്നത് ഇപ്പൊ പരാതി കൊടുക്കുന്നില്ല എന്നാണ്. പരാതി കൊടുത്ത കേസെടുക്കണ്ടേ? ഇങ്ങനെ ഒരു MLA ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞ ഡയലോഗ് എന്താണ്? ഇത്രയധികം തെളിവുകൾ പുറത്തു വന്ന ഒരു MLA സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളത് നൽകുന്ന സന്ദേശം. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ സ്ത്രീകളും ഈ ഗർഭങ്ങളും ഒക്കെ എല്ലാ കാലത്തും വരുന്ന കാര്യം. അപ്പൊ സ്വപ്ന സുരേഷും അങ്ങനെ വന്നതാണ്. സുരേഷിന്റെ ഗർഭ കേസല്ല. അല്ല, അതൊരു പീഡനം ഉണ്ടല്ലോ. ഒത്തിരി മന്ത്രിമാരടങ്ങി ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അസ്വസ്ഥനല്ല, രാഹുലിനല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മളെ പാർട്ടി അതിലെടുത്ത മാതൃകാപരമായ നിലപാട് അത് മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ പാർട്ടി എടുത്തു, ആ പാർട്ടിയിൽ പുറത്തേക്കും. ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരൻ അടക്കമുള്ള ആളുകള് ഇരിക്കുന്ന യോഗത്തിലെടുത്ത തീരുമാനമാണ് ആ തീരുമാനം. പക്ഷെ കെ സുധാകരൻ പറഞ്ഞ എന്താ, ഇത്രയും കാലമായി ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് പോലും ഒരു പെറ്റി പരാതി പോലും ആ MLA-ക്കെതിരെ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോ ഇതൊരു ഫേക്കായ ന്യൂസാണ്. ഞാൻ ചോദിക്കട്ടെ, കേസ് എടുപ്പിക്കാൻ, പരാതി കൊടുപ്പിക്കാൻ എത്ര കാലമായി സർക്കാർ ശ്രമിക്കുന്നു? ആരൊക്കെ സമീപിച്ചു? പരാതി കൊടുക്കാൻ വേണ്ടി എത്ര സഹോദരിമാരൊക്കെ പോയി? പോലീസ്, ഞാൻ ചോദിക്കുന്നു, പോലീസുകാരും നേതാക്കന്മാരും എല്ലാം എത്രയാൾ സമീപിച്ചു? CPM-ന്റെ എത്ര ആളുകൾ സമീപിച്ചു? ഈ പരാതി കൊടുത്താൽ ഈ മൊഴി വന്ന് നിങ്ങൾ ആ പറയുന്ന രൂപത്തിൽ MLA-മാരെ മാറ്റി നിർത്താനും പാർട്ടിയിൽ പുറത്താക്കണമെങ്കിൽ CPM എത്ര ആളെ പുറത്താക്കണം? BJP എത്ര ആളെ പുറത്താക്കണം? ഏതെല്ലാം തരത്തില് നിങ്ങൾ ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഇന്ത്യ രാജ്യം മൊത്തമുള്ള കഥകളെടുത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങളെടുത്ത മാതൃകാപരമായ നിലപാട്. ഒരു ആരോപണം വന്നപ്പോ, ഇന്നത്തെ കാലഘട്ട ഡിജിറ്റൽ യുഗമാണ്, ആർക്കെതിരെയും ഏത് രൂപത്തിലുള്ള വോയിസ് ഉണ്ടാക്കിയിട്ടും AI സിസ്റ്റം നിലനിൽക്കുന്ന കാലഘട്ട, എന്ത് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ ഞങ്ങൾ ഫേക്ക് ന്യൂസ് ആണോ, അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ വസ്തുതയുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ തന്നെ അതിൻ്റെ അകത്ത് ഒരു ആരോപണം വന്നപ്പോൾ നമ്മളെ പാർട്ടി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആ സ്ഥാനം നിന്ന് പുറത്താക്കി. പാർട്ടി നടപടിയെടുത്തു. MLA സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി അതിനകത്ത് കേസ് വന്ന് നിയമപരമായ നടപടി സ്വീകരിക്കുമ്പോൾ അതിന്റെ ആ രൂപത്തേക്ക് നമ്മൾ നീങ്ങും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. പാർട്ടി തലത്തിൽ എടുക്കുന്ന നടപടി എന്താ? പാർട്ടി മാതൃകാപരമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റിനകത്ത് ആ ആരോപണം വന്നു. ഏത് ആരോപണം? ആര് പറഞ്ഞു? ഇതുവരെ ഒരു പരാതിയില്ല, പോലീസിന് ഒരു കേസില്ല, നിരവധി ആളെ സമീപിച്ചിട്ട് പോലും ഒരു പരാതി കൊടുക്കാൻ ഒരു സഹോദരി പോലും തയ്യാറായിട്ടില്ല. ഈ പറയുന്ന ആളുകൾ ആരും തയ്യാറായിട്ട് ഇവർ പറയുന്ന ഈ പറഞ്ഞ വോയിസ് കൊടുത്ത ആരും തയ്യാറായ സാഹചര്യത്തിലാണ് അത് ആ പരാതി വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങള് അദ്ദേഹത്തെ പാർട്ടിപരമായ അച്ചടികളിലേക്ക് കൊണ്ടു. എത്ര ആളുകൾ, ഇപ്പൊ മുഖ്യമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. അവരെ പോലും നടപടി എടുക്കാതെ ഈ പറയുന്ന നിരവധി ആരോപണപ്പെട്ട പ്രതികളാ, ഒരു പരാതിയില്ല, അവരാണ് ഇപ്പൊ കേസെടുക്കാൻ വേണ്ടി നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പക്ഷെ വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഹരിദാസ് ഉന്നയിച്ചത്. നയനാർ അക്കാഡമി എന്ന് പറഞ്ഞ ഒരു ഏറ്റവും കണ്ണായ സ്ഥലത്ത് മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ പേരിലുള്ള ഒരു സ്ഥലം ആ ചെട്ടിയാരെ ഭീഷണിപ്പെടുത്തി തൊഴിൽ സമരം നടത്തി അത് പൂട്ടിച്ച് CPM തട്ടിയെടുത്തു എന്നാണ്. അതിൻ്റെ യന്ത്രഭാഗങ്ങൾ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. എന്താണ്? അതാണ് ഞാൻ ഒറ്റ വാക്കിലും അപ്പം പറഞ്ഞിരുന്നത്, വൃത്തികേട് പറയുന്നത്. അവിടെ നടന്നിരിക്കുന്ന സമരം എല്ലാവരും ചേർന്ന സമരമാണ്. CIT ഒറ്റയ്ക്ക് ഒരു സമരമാണ് നടത്തിയിട്ടില്ല, എല്ലാ യൂണിയനും ചേർന്ന. ആ സ്ഥാപനം പൂട്ടിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് വിൽക്കാൻ വേണ്ടി കഴിയും. എത്രയോ വർഷം കഴിഞ്ഞ് പൊതുവിൽ വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതല്ലാതെ ഒരു സാധനം വിൽപ്പനയ്ക്ക് വെച്ചാൽ ഓപ്ഷനിൽ തന്നെ എടുത്തിരിക്കുന്നതാണ്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവർ വില പറഞ്ഞ് അതിന് വില എടുത്തിരിക്കുന്ന എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അത് പൂട്ടിയിട്ട്
അല്ല അത് പറയട്ടെ, ഇത് അത് അത് വാങ്ങുന്നതിൽ ഈ കണ്ട നിങ്ങളോട് കേട്ട ഞാൻ പറയുന്ന പറയാം അത് വാങ്ങുന്നതിൽ പങ്കുവെച്ചാളാൻ. പിന്നെ നിങ്ങള് ഞാൻ അതിന്റെ യഥാർത്ഥ ആളെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവർ വിൽപ്പനക്ക് വെച്ചു, വില പറഞ്ഞു, പലരും വില പറഞ്ഞു, ആ വില പറഞ്ഞു നോക്കുന്നില്ല. അവസാനം അതിൽ അല്പം വില കൂട്ടി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എടുത്തു. അതും ഇതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യം എന്താ? അവിടെ സമരം ഉണ്ടായിട്ടുണ്ട്, എല്ലാ യൂണിയനും പങ്കെടുത്തിട്ടുണ്ട്, സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടുണ്ട്. ആസൂത്രിതമായി സമരം അത് നടത്തിയത് അത് കൂട്ടിച്ചു വൃത്തികേടാ. എന്നാണ്. അത് വൃത്തികേടാ. അതുകൊണ്ടാ പറഞ്ഞത്. എന്തിനാ ഹരിദാസ് ഇങ്ങനെ വൃത്തികേട് പറയുന്നത്? മറുപടി പറയാം, ഇതിന് തിരിച്ച് വരാം. ആയില്ല. അത് പറഞ്ഞിരുന്നു. രാഹുലിനെ ന്യായീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത്തരം ഒരു പീഡനകാര്യം കേരളം കേട്ടിട്ടുണ്ടോ നേരത്തെ? ഇവിടെ 7 പേര് ഞങ്ങൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരാളെ പേര് പറഞ്ഞിട്ട് രാഹുലൊന്നും വേണ്ട, അതിൽ 4 പേരെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ കാര്യം ആരോപിച്ച ഒരു ഇത് കേട്ടെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ട്രാൻസ്ജെൻഡറെ ബലാത്സംഗം ചെയ്യും എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് ട്രാൻസ്ജെൻഡർ പറയുന്നു. പരാതി കൊടുക്കാതെ അത്തരം ഒരാളെ അത്തരം ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാദങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. ഞാനിതിൽ മറുപടി പോകുന്നില്ല. അല്ല ഹരിദാസേ, ഇദ്ദേഹം പറഞ്ഞു ഒന്ന് തിരുവേപ്പതി ബില്ല്, അത് കാരണം ഈ നയനാർ അക്കാഡമി എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിലെ എല്ലാവരും എല്ലാ പ്രോഗ്രാം വെക്കുന്ന സ്ഥലം. തിരുവേപ്പതി ബില്ല് സമരം CIT ഒറ്റയ്ക്ക് നടത്തിയതല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്തുണ്ടായിരുന്നു. അതൊരു വലിയ കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ളത് ഇത്രയും ബാലിഷ്യമായ ഒരു ആരോപണം ഉന്നയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില സത്യങ്ങൾ ചിലർക്ക് മ്ലേച്ഛമായിരിക്കും, സ്വാഭാവികമായിട്ട് പറഞ്ഞു. താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? എവിഡൻസ് എന്താണ്? എവിഡൻസ് ഉണ്ട് സർ. കണ്ണൂരിലെ ജനതക്കറിയാം. കാരണം CIT ആണ് കണ്ണൂരിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യയിലെ പോയി കേരളത്തിൽ മാത്രമാണ് അത് കണ്ണൂര്. ഞാൻ കണ്ണൂരിലെ CPM-ന്റെ പ്രബലമായ CIT ആണ്. അവിടെ ഒരു INDF-ന്റെ കൊടി കുത്തി വേറെ ഒരാൾ കുത്തി 4-3 ആളും CIT-ന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിലെ തൊഴിലാളികളുടെ സമരം ഏറ്റെടുത്ത് നടത്തിയിട്ട് ഈ ചെട്ടിയാര്, കാരണം തമിഴ്നാട് ഇങ്ങോട്ട് വരുന്നത്, ആ ചെട്ടിയാർ ഇങ്ങോട്ട് വന്നില്ല. ചെട്ടിയാർ എത്രയോ തവണ ഇവരെ സമരത്തിന് ആനുകൂല്യം കൊടുക്കാൻ നോക്കിയപ്പോഴും ആ ആനുകൂല്യത്തിനല്ല ഇവർ പ്രാധാന്യം. ഓരോ മുടന്ന ന്യായം സമരം തീവ്രമാക്കിയിട്ട് അവിടുത്തെ യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാൻ പോലും ചെട്ടിയാർക്ക് സാധിച്ചിരുന്നു. 3.5 പതിറ്റാണ്ട് മുമ്പ് 4 പതിറ്റാണ്ട് മുമ്പ് 3.5 പതിറ്റാണ്ട് മുമ്പേ ഞങ്ങൾ മറന്നിട്ടില്ല, ഈ കണ്ണൂർ ജനത മറന്നിട്ടില്ല എങ്ങനെയാ തട്ടിയെടുത്തത്. എന്നിട്ട് അത് നായനാരുടെ പേരിൽ എടുത്തോണ്ടൊന്നും ഞാൻ എതിരൊന്നല്ല. പക്ഷേ എങ്ങനെയാണ് അതിന്റെ ഉൾവശം എന്തായിരുന്നു ഞാൻ പറഞ്ഞു. ഇവർ NDTV പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കണ്ണൂരിലെ ഹൃദയഭൂമിയിൽ ഇത്ര ഏക്കർ തെളിവൊന്നുമില്ല, സോളിഡ് എവിഡൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു കൊട്ടേഷൻ മാഷ് പറഞ്ഞ പോലെ വിളിച്ചില്ല, ഒരു ടെൻഡർ ഉണ്ടായിട്ടില്ല. പറയട്ടെ സർ, CPM നേതാക്കന്മാരുടെ ഭീഷണിക്ക് അദ്ദേഹത്തിന് വിൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ കണ്ണൂർ വിൽക്കാൻ സാധിക്കോ? നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കോ? CPM വിചാരിച്ച കണ്ണൂർ ഒരു കച്ചവട സ്ഥാപനം മര്യാദയ്ക്ക് നടത്താൻ പറ്റുമോ? ഇല്ല. അതൊക്കെ എന്റെ ഇന്നലെ ഒരു BLO കാസർഗോഡ് കയറി അടിച്ച് ആരാ ബ്രാഞ്ച് സെക്രട്ടറിയാ സുരേന്ദ്രൻ. ഇതുവരെ ഈ പയ്യന്നൂർ BLO മരിക്കാത്ത കാരണം ഇവരുടെ ഇടപെടലല്ലേ, ഭയങ്കര സമ്മർദ്ദല്ലേ, ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവർ പറയുന്ന പോലെ നടക്കണം, ഇവർ പറയുന്ന പോലെ പോകണം, ഇവർ പറയുന്ന പോലെ ചെയ്യണം. ഇതാ ചെട്ടിയാർക്ക് മനസ്സിലായി. ഈ കണ്ണൂർ ഇവരെ കൈ കൊടുക്കണം. കണ്ണൂർ ചെട്ടിയാർക്ക് പരാതിപ്പെട്ടിട്ടുണ്ടോ? ചില്ലറ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം. അന്ന് ആ പാവപ്പെട്ട തൊഴിലാളികൾ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവർക്ക് ശമ്പളം കുടിശ്ശികയായിട്ട് പോലും 1 വർഷത്തോളമായിരുന്നു. അവിടെ നിന്ന് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഒരു ആനുകൂല്യം ഇത്രയും കാലം ജോലി ചെയ്ത ഒരാൾക്ക് കിട്ടാത്ത ഒരു സ്ഥാപനം ആ സ്ഥാപനം. ഞാൻ അതിലേക്ക് ആ വിഷയത്തിലേക്കല്ല വിഷയം ഡൈവേർട്ട് വഴി പോകണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇനി CPM ആ സ്ഥാപനം എടുക്കുമ്പോൾ പോലും ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ അവരുടെ ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാനോ അവിടെ ശമ്പള കുടിശ്ശിക, അവസാനം ഒരു ശമ്പള കുടിശ്ശിക എങ്ങനെ തന്നാൽ മതി, ഇനി പകുതി തന്നാൽ മതി എന്ന് പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ പരിഹരിക്കാൻ തൊഴിലാളി പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആ സ്ഥാപനം എടുക്കുമ്പോൾ ചെയ്തില്ല. പറയുന്ന ആരോപണത്തോട് ഇത് ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തതാണെന്ന് അതിനകത്ത് അതിന്റെ പിന്നെ അവർ വിൽപ്പന നടത്തുന്ന സമയത്ത് വിൽപ്പന നടത്തുന്ന അതിന്റെ സാങ്കേതിക വശം എടുക്കാറ്. പക്ഷെ വിൽപ്പന നടത്തുമ്പോൾ ഓട്ടോമാറ്റിക് CPM-ന് വരണമെങ്കിൽ CPM-നാണ് 900 ചില്ലറ പിന്നെ തൊഴിലാളികളുടെ സ്ഥാപനത്തിനകത്ത് 890ഓളം തൊഴിലാളികളും CPM-ന്റെ CIT സംഘടനപ്പെട്ട ആളുകളാണ്.
അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഒരു ഓൾ ഇൻ ഓൾ കൺട്രോളിങ് അന്ന് ഉള്ളത് പാർട്ടി യൂണിയൻ തൊഴിലാളി യൂണിയൻ ഇവരെ ആളുകൾ തന്നെ, അതിൽ തർക്കമൊന്നുമില്ല. അതിനകത്ത് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അത് വ്യക്തമായ ധാരണയില്ല ഞാൻ പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങളിപ്പോ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗർഭം ചർച്ച ചെയ്യുന്നു, ഇത്തരം സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയങ്ങൾ ഈ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശബരിമല എന്ന് പറയുന്ന ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഒരു ആരാധന കേന്ദ്രമാണ്. ആ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടതിന്റെ പേരിൽ ദ്വാരശില്പത്തിന്റെ സ്വർണപ്പാളിയും കട്ടിലപ്പാളിയും അടിച്ചു മാറ്റി എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്, സ്വർണപ്പാളി ചെമ്പുപാളിയെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിന്റെ പേരിൽ CPM-ന്റെ ഉന്നതനായ നേതാവ്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പൊ ജയിലിലേക്കാ. 6ാമത്തെ വിക്കറ്റ് വീണു, 6 വിക്കറ്റ് പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ പത്മകുമാർ സുസ്മേര പദമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. എന്താ ഉദ്യോഗം തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉത്തരം എന്താണ്? നിങ്ങൾ ഞാൻ പോകുമ്പോ ഇനിയും കുറെ ആൾ പിറകിൽ വരാനെന്നാ. ഇന്നത്തെ നിങ്ങൾക്ക് ഉറപ്പല്ലേ? കടകംപള്ളി മാത്രമല്ല, കടകംപള്ളി ദേവസ്വം ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇത് ആഭ്യന്തരമന്ത്രിക്കോ പോലും ഈ അന്വേഷണത്തിൽ പങ്കില്ല. ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് ഹൈക്കോടതിയാ. അല്ലാതെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചെങ്കിൽ പത്മഭഗവതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും ജയിലിലേക്ക് പോകില്ല. ഇവരിപ്പം പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടിയെടുത്ത് ചോദിക്കുന്നോട്ട് ഈ പറയുന്ന പത്മകുമാറും വാസു എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡ് കമ്മീഷണറും അതിനുശേഷം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ടുപോയി അത് നവോത്ഥാനം ഉണ്ടാക്കി എന്ന് പ്രഖ്യാപനം നടത്തി. ഇപ്പൊ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ടുപോയി എന്ന് പറയുമ്പോ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുടെ അറിവോടാണ് എന്ന് പറയുമ്പോ ഇന്നത്തെ പത്രം വായിച്ചു. ഇന്നത്തെ പത്രം പറയുന്നറിയോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വലിയ അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ റോളില്ല എന്ന് ആരാ പറയുന്നത്? കേരളത്തില് സഖാവ് പിണറായി നയിക്കുന്ന ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിലേ ഈ പറയുന്ന ഒരു അന്വേഷണം നടക്കില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്നും പറയില്ലല്ലോ. SIT-യെ നിശ്ചയിച്ചത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇവരുടെ പേര് അവിടെ കൊടുക്കുന്നത്. അവരാദ്യം ആയിക്കോട്ടെന്ന് അതിന്റെ മേലെ പ്രാഥമിക അന്വേഷണം നടത്തിയത് ഇതേ ടീമാണ്. ആ ടീമിന്റെ അന്വേഷണ റിപ്പോർട്ടിന് മേലെ എന്തെല്ലാം എതിർപ്പുകൾ പറഞ്ഞു. CPM ആളെ അന്വേഷിച്ചാൽ ശരിയാവില്ല, CPM പോലീസ് അന്വേഷിച്ച് അതേ ആളുകളെയാണ് കോടതി നിശ്ചയിച്ചത്. കോടതിയിൽ ഉത്തരവായില്ല നിങ്ങൾ, ഇവരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ച കമ്മീഷന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അത്തരം കാര്യങ്ങൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഈ ഗവൺമെന്റ് ആരോപണം മാത്രമാണ്, ഇപ്പോഴാരോപണം മാത്രമാണ്. തീർച്ചയായിട്ടും അയാൾ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റം തെളിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മേലെ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഈ മടിയിൽ കനവില്ലാത്തവന് വടിയിൽ ഭയമില്ല. അന്വേഷണത്തെ ഞങ്ങള് പൂർണ്ണമായും ഞങ്ങളുടെ നേതൃത്വം നടക്കുന്നതാണ്. അതിൽ യാതൊരു ബാരിക്കേഡുമില്ല. കൃത്യമായി നടക്കട്ടെ, ഒരു കുറ്റവാളിയെ രക്ഷിക്കില്ല. കാരണം ശബരിമലയിലെ വിശ്വാസികളുടെ കൂടെ ഈ ഗവൺമെന്റ് ഉണ്ട്, അവരുടെ കൂടെയാണ് ഗവൺമെന്റ്. നിങ്ങൾ അയ്യോ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ദൈവമില്ല, മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, ഇതിലൊന്നും വിശ്വസിക്കാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്നാ പറഞ്ഞ് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും കൊള്ളയടിക്കുക. ഒരു അമ്പലത്തിൽ നിങ്ങൾ നോക്കുക, എല്ലാ അമ്പലങ്ങളും കണ്ണൂർ ജില്ല അമ്പലങ്ങൾ എടുക്കൂ, അവിടെയൊക്കെ നിയമനം ട്രസ്റ്റിമാരാണ്, എല്ലാം പാർട്ടിക്കാരാണ്, പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ആളാ. ഇവരെ കാണിക്കുന്ന കേരളത്തിലെ ഈ ഒരു അമ്പലത്തിൽ മാത്രമാണ്. ശബരിമല ശ്രീകോവിൽ കൊള്ളയടിച്ചൊപ്പം തന്നെ ഇപ്പൊ പത്മരാജിൽ എത്തിയല്ലോ, പത്മകുമാറിലെത്തി.
ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയം പത്മവിഭവത്തിലായി ആര് ഉദ്യോഗസ്ഥന്മാർ. കാരണം ഇനിയാണ് ഇടപെടൽ പോകുന്നത്. കാരണം മുന്നോട്ട് പോയാൽ ഈ കടകംപള്ളി മറ്റ് MLA-മാരും മന്ത്രിമാരൊക്കെ കൊടുക്കും. നേരത്തെ ദേവസ്വം ബോർഡിൽ ആരൊക്കെ മന്ത്രിമാരായിരുന്നു അവർ കൊടുക്കും. ഒരു സഭാസമിതിയിലേക്ക് അന്വേഷണം എത്തും. അപ്പൊ സ്വാഭാവിക ഈ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ഇപ്പം ഭരണപക്ഷം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കോടതി പോലും അറിയാതെയാണ് ഇടപെടൽ നടക്കുന്നത്. എങ്ങനെ ഇടപെടാൻ പറ്റും? കോടതി നിരീക്ഷിക്കുകയല്ലേ? ഈ പറഞ്ഞ ഞങ്ങൾ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ലേ? അല്ല, ശശിധരനൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറാണ്. തലശ്ശേരി ഡിവൈഎസ്പി ആയിരുന്ന ആളാണ്. ഞാൻ ആ ട്രാക്ക് റിപ്പോർട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുന്നത് എവിടത്തേക്കാണ്? ഇനി അങ്ങോട്ട് പോകുന്നത് എവിടത്തേക്കാണ്? നേരെ പോകുന്നത് മന്ത്രിമാരിലേക്കാണ്. മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തൂല, മന്ത്രി എത്തൂല. നിങ്ങൾ നോക്കിയ തന്ത്രി വരെ എത്തും. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കണം വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ. കാരണം എല്ലാവർക്കും പിൻവാതിൽ നിയമനമാണ്. എല്ലാ ട്രസ്റ്റിമാരും കൊള്ളക്കാരെ പോലെയാണ്. അമ്പലം മുതൽ എങ്ങനെ കക്കാം, കാണിക്ക എങ്ങനെ കക്കാം, പൊന്നെങ്ങനെ കക്കാം, സ്വത്ത് എങ്ങനെ കക്കാം. ഇതാണ് അതിന് ഡോക്ടറേറ്റ് നരേന്ദ്രമോദി എത്തിയാൽ രാജ്യം എങ്ങനെ കക്കാം? ഡോക്ടറേറ്റ് എടുത്താൽ എന്തിനാണ് രാജ്യം കേൾക്കുന്നതിനാണ് നരേന്ദ്രമോദി കാര്യം പറഞ്ഞല്ലോ. ഞാൻ രാഹുൽ മാണ്ഡവ്യ അങ്ങോട്ട് കുറച്ച് ദിവസമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാ പാലക്കാട് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കോൺഗ്രസ് വാർഡിലും നിരങ്ങാളുകാവുന്നവരുണ്ടോ. പിന്നെ കോൺഗ്രസ് നടപടി എടുത്തു എന്ന് പറഞ്ഞു അല്ലെ? എന്താ യൂത്ത് കോൺഗ്രസിന് മാത്രം സംസ്ഥാന പ്രസിഡന്റ് മാറ്റിയില്ല. അല്ല, അത് എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസിന് അറിയാം. ഈ കൃത്യമായി വ്യക്തമായി തെളിവുണ്ട്. കോൺഗ്രസ് നേരത്തെ അറിയാം, VD സതീശൻ അറിയാം, കോൺഗ്രസ് നേതാക്കന്മാർ അറിയാം. ഈ കുട്ടിയെ ഗർഭചിത്രം നടത്തുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഗർഭിണിയാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP സകല അടവ് തന്ത്രവും പ്രയോഗിച്ചിട്ടും ജയിക്കാൻ സാധിക്കാതിന്റെ പരാതി ഇപ്പോ അതിന്റെ പ്രയാസോ അത് എല്ലാവരും അനുഭവിക്കുക. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം MLA ആയിരുന്ന ജനങ്ങൾ ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും പിണറായി വിജയനും മുഖ്യമന്ത്രി നിങ്ങൾ പരാതി കൊടുത്തോ? ഇപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട് CPM BJP ആവശ്യപ്പെട്ട പരാതിയല്ലേ? ആയിക്കോട്ടെ, പരാതി വരട്ടെ, അന്വേഷിക്കട്ടെ, കേസെടുക്കട്ടെ. ഞങ്ങൾ പാർട്ടിയിലില്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. MLA മൂവറിനെ കൊടി പിടിച്ചിട്ട് ഈ പാലക്കാടിലെ വാർഡുകൾ തെണ്ടുന്ന ആരാണ് ഇപ്പോ? കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് ഓടിയെടുക്കാൻ പിന്നെ ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകന്മാരോട് പറഞ്ഞിട്ട് ഇയാളോട് പോകരുത്, ഇയാളെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിക്കകത്തും പാർട്ടി നടപടിയെടുത്തതിനു ശേഷം അദ്ദേഹത്തെ പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഒന്ന് പറയാൻ പറ്റും. നിങ്ങൾ മാത്രം പറയാൻ പറ്റും. നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കൊടകര കുഴപ്പണത്തിന്റെ പേരിൽ സുരേന്ദ്രൻ ആരോപണം വന്നല്ലോ, നിങ്ങളെ പുറത്താക്കാം. കൊടകര കുഴപ്പണം വന്നപ്പോ പുറത്താക്കിയോ? സുരേന്ദ്രനെ പുറത്താക്കിയോ? പാർട്ടി പുറത്താക്കിയോ? പാർട്ടി പറയരുത്. ആരോപണമില്ല, പുറത്താക്കിയോ? നിങ്ങൾക്ക് 600 പെണ്ണിനെ പഠിപ്പിക്കാം. 600 പെണ്ണിനെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണ്. മുഖ്യമന്ത്രിയെ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ ആരോപണങ്ങള് മീഡിയയിൽ വന്ന കാലം മുതലേ
ഇവരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും പേരിൽ ഒരു പരാതി കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പരാതി വന്നത് ഇപ്പൊ ഇന്നലെ ഒരു പരാതി വന്നു എന്ന് പറയുന്നു. പരാതി അന്വേഷിച്ചോട്ടെ, പരാതി അന്വേഷിച്ച് പരാതിക്ക് കഴമ്പുണ്ടെങ്കിൽ അത് നടപടി യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ ആരും സംരക്ഷിക്കില്ല, ഞങ്ങളെ സംരക്ഷിക്കില്ല. ഭരിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്, LDF ആണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അത് നിങ്ങളെ പണിയാ, അത് നിങ്ങളെ പണിയാ. പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പരാതിക്കാരെ പിൻവലിക്കാൻ BJP RSS പറയാ. നിങ്ങൾ നടത്തിയ കലാപങ്ങളും നിങ്ങൾ നടത്തിയ കൊലകളും നിങ്ങൾ നടത്തിയ കഥകളെല്ലാം നിങ്ങളെ പറയാ. നമ്മുടെ സമയം തീരുകയാണ്. നമുക്കറിയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. തിരഞ്ഞെടുപ്പ്. ഇവരൊക്കെ ഈ പറയുന്നതിൽ ഈ സെക്സും വയലൻസൊക്കെ മാറി നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ്? നാടിന്റെ വികസനമാണ്. അതിൽ ഈ മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിലയിരുത്തേണ്ടത്. ഇത് സാധാരണ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് സെക്സും വയലൻസും കടന്നു വരിക. ജാതി, മതം, ഈ ജാതിയെയും മതത്തെയും വർഗീയതയും മാറ്റി നിർത്തി നമ്മുടെ നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിനായിരിക്കണം നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് അതിൽ നിന്ന് കാമ്പുകൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് പോകണം എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.